ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജനുവരി മാസം 16-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ജനുവരി മാസം 17-ാം തീയതി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകളും ഉണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലെ OTT അപ്ഡേറ്റുകൾ, മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. ഇന്ന് പ്രാവിൻ കൂടിഷാപ്പ് പറഞ്ഞ സിനിമ, മലയാള സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്, കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്, കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ്. ദ റോഷൻസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നമ്മുടെ ഹൃതിക് റോഷൻ്റെ കുടുംബം ബേസ് ചെയ്തുകൊണ്ടുള്ള എടുത്തൊരു സീരീസ്, ഡോക്യുമെൻ്ററി സീരീസാണ്. ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെയായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ബാക്ക് ഇൻ ആക്ഷൻ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തൊരു ജർമ്മൻ മൂവിയാണ്. ദ കലണ്ടർ കില്ലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജർമ്മൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് മിൻമിനി എന്ന് പറയുന്നൊരു മലയാളം മൂവിയാണ്. നമ്മുടെ എസ്തറയിലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. മലയാളം തമിഴ് ഭാഷകളായിട്ട് ET വിൻ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ഗൃഹലക്ഷ്മി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. എപ്പിക് ഓൺ എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തൊരു ഹിന്ദി സീരീസാണ്. പാതാൾ ലോക് എന്ന് പറഞ്ഞ സീരീസിൻ്റെ 2ാമത്തെ സീസണ് ആമസോൺ പ്രൈം വഴി ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഭരത് പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന് പറഞ്ഞ സിനിമ ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ ബാറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസിലുണ്ടാവും ഈ ഒരു സിനിമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ അർജുൻ അശോക് പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു, പിന്നെ സിംപ്ലി സൗത്തിൻ്റെ ഭാഗത്ത് നിന്നും. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ ഈ സിനിമ റിലീസ് ഉണ്ടാവുന്നുള്ളത് 16-ാം തീയതിയോ 17-ാം തീയതി ആയിരിക്കും ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മുടെ മനോരമ മാക്സിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഒഫീഷ്യലി പിന്നെന്താ പറയുക പോസ്റ്റർ പുറത്ത് വന്നിരിക്കുകയാണ്. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള പോസ്റ്റർ പുറത്ത് വന്നിരിക്കുകയാണ്. ജനുവരി മാസം 18-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് മനോരമ മാക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ചിലപ്പം അടുത്ത ആഴ്ചയിലേക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ആഴ്ച ഒരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നാളെ റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യേണ്ട സിനിമയാണ് അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ നെറ്റ്ഫ്ലിക്സിലും പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. പക്ഷേ കുറച്ച് മുമ്പേ തന്നെ 10:30 ഈ ഒരു സിനിമ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇന്ന് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച ഈ ഒരു അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമ മനോരമ മാക്സിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ട് ആനന്ദ് ശ്രീബാല ഈ ആഴ്ച വരുമോ, അവർ പോസ്റ്റ്പോൺ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടുണ്ട് ജനുവരി മാസം 18-ാം തീയതി ആനന്ദ് ശ്രീബാല റിലീസ് ചെയ്യുന്നുള്ള കാര്യം. അടുത്തത് നമ്മുടെ ദിലീഷ് പോത്തൻ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഒരു കിടിലം മൂവി തന്നെയാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു ഉരുൾപൊട്ടലിൻ്റെ ബേസ് ചെയ്തെടുത്തൊരു മലയാള സിനിമയായിരുന്നു നായകൻ പൃഥ്വി എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഈ ഒരു മലയാള സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ പിന്നെന്താ പറയുക ബിന്ദു പണിക്കർ പ്രധാന വേഷം കൈകാര്യം ഒരു മലയാള സിനിമയായിരുന്നു ജമീലാൻ്റെ പൂവങ്കോയി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ നാളെ വൈകുന്നേരത്തോടു കൂടി, അതായത് ജനുവരി മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണി 6 മണി ആ ടൈമിനുള്ളിൽ തന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിനിമകളാണ്
ഇന്ന് റിലീസ് ചെയ്തതും നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.